നമ്മുടെ ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾ 5 പേരുടെ മരണം ദിണ്ടിഗൽ മേഖലയിലുണ്ടായി കഴിഞ്ഞ ദിവസം. അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ബഹുമാനായ എം.എൽ.എ. ശ്രീ മോൻസി ജോസഫും അതുപോലെ റിമാൻ സാറും ഇവിടുത്തെ DGPയും അവിടുത്തെ DGPയുമായി ബന്ധപ്പെടുകയും അവിടുത്തെ ദിണ്ടിഗൽ SP ശ്രീ ജയചന്ദ്രനായിട്ട് ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ജോയിൻറ്റ് ഡയറക്ടർ അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബോഡിയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോഴും സംസാരിച്ചിട്ടിരിക്കുകയാണ്. ഞാനും MLA സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കും എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുമളിയിലുള്ള ഇടുക്കിയിലുള്ള കളക്ടറും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടും അപ്പം ഈ നടപടിക്രമങ്ങളെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പൂർത്തിയാക്കി ഒരു വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ബോഡി ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും സഹകരണം ഉണ്ട്. ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തിൻ്റെ വലിയ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ നാടിന് ഒരു വലിയ താങ്ങാനാവാത്ത ദുഃഖവാർത്തയാണ് ഇന്ന് പുലർച്ചെ ഈ നാട്ടിൽ മുഴുവൻ ആളുകൾക്കും കേൾക്കാനിടയായി. അപ്പോൾ വളരെ പാവപ്പെട്ട സാധാരണ കുടുംബം എന്ന നിലയിൽ മുഴുവൻ ആളുകളും അവരോട് വളരെ ആത്മാർത്ഥതയോടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. SK മാണി MP യുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും സഹകരിച്ചു നിന്നുകൊണ്ട് കുടുംബത്തിന് ആശ്വാസമായി ഇപ്പോൾ നമുക്ക് ദിണ്ടിഗലിൽ നിന്ന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോട് നടന്നു കഴിഞ്ഞു. ആദരണീയനായ ധനകാര്യമന്ത്രി KM മാണി സാറ് വെളുപ്പിനെ തന്നെ ഈ സംഭവം അറിഞ്ഞ ആവശ്യം തന്നെ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റേതായ തലത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം തമിഴ്നാട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ചുകൊണ്ട് വേണ്ടതായ ഗവൺമെൻറ്റിൻ്റെ സഹായം ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം ഉൾപ്പെടെ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ബഹുമാനപ്പെട്ട മാണി സാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ SK മാണി MP പറഞ്ഞതുപോലെ 2 കളക്ടർമാർ സംസാരിച്ച് നമ്മുടെ അതിർത്തിയിൽ ബുദ്ധിമുട്ടുകൾ കൂടാതെ കൂടി പോരുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. റവന്യൂ വിഭാഗത്തിൽ നിന്ന് കുമളിയിലാപ്പിച്ച് നടത്തുന്ന റവന്യൂ സംഘത്തോട് ബോഡി ഏറ്റുവാങ്ങി കൊണ്ടുവരുന്നതിന് ക്രമീകരണം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ഇതിനോടകം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വിഷമിക്കും.